വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം. ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു. വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല. കൂടാതെ ഉയർന്ന ശമ്പളവും ESI PF ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവ പോളിമേഴ്സ് ചേലക്കര. ഫോൺ 9074305574 7560999543. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ ഫെല്ലോഷിപ്പ് പുരസ്കാരം ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപകനും സാമൂഹിക ചാരിറ്റി പ്രവർത്തകനുമായ CS ഹൈദ്രോസിന് ഡിസംബർ 12-13 തീയതികളിൽ ഡൽഹി പഞ്ചശീല ആശ്രമത്തിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി ജയ് സുമനാസ്കർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. സാമൂഹിക സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനത്തിന് നൽകുന്ന നേതൃത്വപരമായ പങ്കിനെ വിലയിരുത്തിയാണ് പുരസ്കാരം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ചുങ്കോണത്ത് വീട്ടിൽ റിട്ടയേർഡ് മിലിറ്ററി ജീവനക്കാരനായ പരേതരായ സെയ്ദാലി ഫാത്തിമ ദമ്പതികളുടെ മകനായ ഹൈദ്രോസ് ഷൊർണൂർ ആര്യൻചിറ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനാണ്. കൊണ്ടൂർക്കര നൂറുൽ ഹുദായ ഇസ്ലാമിക് സെന്റർ സെക്രട്ടറി, കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ ഖുർആൻ അക്കാദമി വർക്കിംഗ് പ്രസിഡന്റ്, സമസ്ത കേരള സുന്നി യുവജന സംഘം പട്ടാമ്പി മേഖല ട്രഷറർ, സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പട്ടാമ്പി മേഖല വർക്കിംഗ് സെക്രട്ടറി, അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് കൌൺസിലർ, സമസ്ത കേരള സർവീസ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ്, കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ്, ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘം വൈസ് പ്രസിഡന്റ്, ആര്യഞ്ചിറ UP സ്കൂൾ റിട്ടയേർഡ് ടീച്ചേഴ്സ് സംഘം കൺവീനർ, കൈതക്കര മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ് മുൻ സെക്രട്ടറി, മഞ്ഞളുങ്ങൽ ജുമാ മസ്ജിദ് കമ്മിറ്റി മുൻ സെക്രട്ടറി, ചെറുതുരുത്തി നൂറുൽ ഹുദ അനാഥ മന്ദിരം മുൻ കമ്മിറ്റി അംഗം, ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് ലീഗ് മുൻ ജനറൽ സെക്രട്ടറി തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. തന്നെ അധ്യാപക ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയതും പ്രോത്സാഹനം നൽകിയതും വെട്ടിക്കാട്ടിരിയിലെ തന്റെ അയൽവാസിയായ അറബിക് അധ്യാപകൻ അബൂബക്കറാണെന്നും കൂടെ തന്റെ ഉമ്മയുടെ അടങ്ങാത്ത മോഹവും പ്രാർത്ഥനയും പ്രയത്നവും ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് അധ്യാപകനാകാൻ കഴിഞ്ഞതെന്നും ഹൈദ്രോസ് പറഞ്ഞു. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നെ അധ്യാപകനാക്കാൻ എന്നെ പ്രാർത്ഥിച്ചതും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടെന്നുള്ള അനുഭവങ്ങളൂടെ മനസ്സിലാക്കിയാണ് ഞാൻ. അപ്പോൾ എന്നെ ഒരു അധ്യാപകനാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഗുരുനാഥൻ തൊട്ടപ്പുറത്തെ വീടായിരുന്നു. അബൂബക്കർ മാഷ് മരണപ്പെട്ടു. അദ്ദേഹത്തിനെ അന്വേഷിച്ച് വരിക. ആദ്യം കലാമണ്ഡലം, ചെറുതുരുത്തി കലാമണ്ഡലം കഴിഞ്ഞ ഫസ്റ്റ് വീട് എൻ്റെ വീട്, അടുത്ത വീട് അബൂബക്കർ മാഷ് എൻ്റെ ഗുരുനാഥൻ്റെ വീടായിരുന്നു. അപ്പോൾ വീട്ടിലാണ് ആദ്യം കലാമണ്ഡലത്തെ തൊട്ട വീട് മാഷ വീട് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്നത്തെ കാലത്ത് എന്ത് കാര്യവും ശരിയാക്കുക മാഷ്മാരായിരുന്നു. അവരാണ് എല്ലാം, പാസ്പോർട്ടായാലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അധ്യാപകരത്തെ എത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ മാഷ വീടേന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ വീട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഉമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞു, എല്ലാവരും വന്ന് അന്വേഷിക്കും മാഷ വീടേത്. പക്ഷെ നമ്മുടെ ഇവിടുന്ന് ഒരു മാഷ് ഉണ്ടായില്ലോ ഒരു കാര്യം ഉമ്മ എടുത്ത് പറയണ്ടായിരുന്നു. ആ ഉമ്മയുടെ പ്രാർത്ഥന, അന്നത്തെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് എനിക്ക് നല്ല ബോധ്യമാണ് ഞാനൊരു അധ്യാപകനായി വന്നപ്പോൾ. ഞാനും അതുപോലെ അനുജനും ഇപ്പോൾ ഇവിടുത്തെ ഗൾഫിലാണ്, അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ശരിക്കും അധ്യാപകനായതും. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ്, വളരെയധികം കഷ്ടപ്പെട്ടിട്ട്. അതായത് ഒരു ബുക്കിൻ്റെ അപ്പുറം എഴുതി, അത് അങ്ങനെയൊക്കെയുള്ള, അതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന മഞ്ഞ ഉപ്മാവ് ഉച്ചയ്ക്ക് കഴിച്ച് അങ്ങനെയൊക്കെയാണ് പഠിക്കുന്ന കാലത്ത്. ഉപ്പ എക്സ് മിലിറ്ററി ആയിരുന്നു. പക്ഷേ മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് പിന്നെ കാര്യമായിട്ട് ജോലി നിന്നില്ല. പിന്നെ ഡ്രൈവറൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്ന കാലത്ത് അങ്ങനെ പോയിരുന്നു. പക്ഷെ അന്നും സാമ്പത്തിക പ്രതിസന്ധി ശരിക്കും അനുഭവിച്ച് അറിഞ്ഞ് വളർന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കുള്ള ആ ഒരു പ്രചോദനം ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് 2003 തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ക്ലബ്ബ് ഏർപ്പെടുത്തിയ സംസ്ഥാനതല യൂത്ത് ടാലന്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി പ്രാദേശിക ജില്ലാ സംസ്ഥാനതല അംഗീകാരങ്ങൾ ഇതിനോടകം തന്നെ ഹൈദ്രോസിനെ തേടിയെത്തിയിട്ടുണ്ട്.
തീർത്തും പ്രകൃതി സ്നേഹിയായ ഈ 62-കാരൻ തന്റെ വീടിന്റെ അകത്തളവും പുറവും അലങ്കാര സസ്യങ്ങളാൽ മനോഹരമാക്കുകയും വീടിനകത്തളത്ത് മക്കയിൽ പ്രവാചകൻ മുഹമ്മദ് നബി ധ്യാനനിരതനായിരുന്നിരുന്ന ഹീറ ഗുഹ ഉൾപ്പെടെ മറ്റ് ഇസ്ലാമിക ചരിത്രങ്ങൾ വർണ്ണങ്ങളാൽ വരച്ചുവെക്കുകയും ഖുർആൻ സൂക്തങ്ങളാൽ അലങ്കാരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രഭാത നമസ്കാരത്തിന് ശേഷം കർമ്മനിരതനായി ജീവകാരുണ്യ മേഖല ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ നന്മകളിലും പ്രവർത്തിക്കുന്നതോടൊപ്പം താൻ ഏറെ ഇഷ്ടത്തോടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വീടിനടുത്തുള്ള നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിലെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. റിട്ടയേർഡ് അധ്യാപിക ഞാങ്ങാട്ടിരി തട്ടത്താഴത്ത് വീട്ടിൽ ഫാത്തിമയാണ് ഹൈദ്രോസിന്റെ ഭാര്യ. സ്വാലിഹ് ബിൻ ഹൈദ്രോസ്, നൂഹ് ബിൻ ഹൈദ്രോസ്, അധ്യാപകനായ ഹൂദ് ഹുദവി എന്നിവർ മക്കളും അദീബ, ഹസ്ന, അൻഷിദ എന്നിവർ മരുമക്കളുമാണ്. 25 വർഷമായി പട്ടാമ്പിക്കടുത്ത ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കൊണ്ടൂർക്കരയിലാണ് ഹൈദ്രോസ് താമസിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.